ഓ ഈ പെണ്ണിന് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിലും അമ്മയ്ക്ക് വലുത് അമ്മയുടെ മരുമോളും അമ്മയുടെ സാരിയൊക്കെ അല്ലേ, ഞാനല്ലല്ലോ. എടി അവള് നിന്നെ ഉദ്ദേശിച്ചല്ല അത് എഴുതിയത്, എന്നെ ഉദ്ദേശിച്ചാ. അമ്മേ, ചേച്ചി എനിക്കിട്ട് തന്ന പണി അമ്മ ഏറ്റെടുത്ത് അമ്മ ചേച്ചിനെ സംരക്ഷിക്കാൻ നോക്കണ്ട. ഞാൻ പോവാ. ഈ പെണ്ണിന് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് തലേ കയറില്ലെന്ന് പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് പറ. തലേ കയറൂല, ഞാൻ പോട്ടെ, ഞാൻ പോവാ. കണ്ട അപ്പച്ചി പോവാൻ നിൽക്കുക. നീ പോവാ? ഞാൻ പോവാ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ എല്ലാവരുടെ സ്നേഹം എനിക്ക് മനസ്സിലായി, ചേട്ടന്റെയും അമ്മയുടെയും എല്ലാവരുടെയും. ഞാൻ പോവാ. എടി പെണ്ണെ, നീ സത്യം അറിയാതെ പോകരുത്. അവസാനം ഇതെല്ലാം കൂടെ ഒപ്പിച്ചു വെച്ചാൽ നീയാണെന്ന് ഇവരെല്ലാരും കൂടെ പറയും. അങ്ങനെ പറയോ? ഞാൻ പറയും. ഞാൻ എന്തായാലും പറയും. എങ്കിലും ഈ പണിയുടെ പിന്നിൽ ചേച്ചിയാണെന്ന് തെളിയിച്ചു കാണിക്കും ഞാൻ. കാണിക്കണം അപ്പച്ചി, തെളിവോടെ കാണിക്കണം. അതാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുന്ന ഞാനും കൂടെ നോക്കട്ടെ. എന്റെ കറിവേപ്പില മരമേ, ഈ ഇലയൊക്കെ ഒന്ന് താഴെയായിരുന്നെങ്കിൽ എനിക്ക് എന്ത് എളുപ്പമായിരുന്നു പറിക്കാൻ. ഇതൊരുമാതിരി മേളിൽ പോയി വളർന്നിട്ട്. ഇവക്കെന്താ വട്ടായി പോയാ? മരത്തോടൊക്കെ സംസാരിക്കും. താഴെയായിരുന്നെങ്കിൽ അപ്പം കറിയിലിടാൻ പറിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീ എന്തോടി ഇത് തന്നെത്താനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഈ ഇലയിലെ മേളിലല്ലേ ഉള്ളത്, എനിക്ക് പറിക്കാൻ കിട്ടണ്ടേ? എന്നാ പിന്നെ ഒരു കൊക്ക ഉണ്ടാക്കി തരാൻ പറഞ്ഞ അതും ചെയ്യൂല. നിന്റെ ഹൈറ്റിന് ഒപ്പിക്കണമെങ്കിൽ വല്ല മേശയും കസേരയൊക്കെ എടുത്തോണ്ട് വരില്ലേ? നിങ്ങൾ ഇത്രയും ഹൈറ്റ് ഉണ്ടായിട്ട് ഇതൊന്നും ചെയ്തു തരുന്നില്ലല്ലോ. തന്നെത്താനെ ചെയ്യാൻ മിടുക്കുള്ളവളല്ലേ? നീ എന്തിനാ ഗ്ലാസ്സിലൊക്കെ ചില അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഗ്ലാസ്സേ, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെ ഈ എ എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന്? അതാ, അത് ഞാൻ ABCD എഴുതാൻ പഠിച്ചതാ. ABCD എഴുതി പഠിക്കാൻ നീ എന്തോടി LKG കുട്ടിയാ? LKG കുട്ടിയല്ല, UKG കുട്ടിയല്ല. തൊട്ടുകൂടായ്മ കാണിക്കുന്ന നീയേ കുട്ടിയൊന്നും അല്ല, പട്ടി, വെറും പേപ്പട്ടി. പേപ്പട്ടി ഉണ്ടല്ലോ, നിങ്ങളെ പെങ്ങള് സരിത എന്നെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അങ്ങനൊന്നും അവള് ശ്രമിക്കത്തില്ല. എന്നെ അവളെ നല്ല രീതിയിൽ എങ്ങനെ അമ്മ വളർത്തി. അപ്പൊ എന്റെ അമ്മ എന്നെ എങ്ങനെയാ വളർത്തിയേ? ആർക്കറിയാം? എന്നെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത്. എന്നാ നിങ്ങൾ ഇത് കൂടി കേട്ടോ, ആ ഗ്ലാസ്സിൽ എഴുതി വെച്ചത് ഞാൻ തന്നെയാ. എന്തിന്? എല്ലാ ഗ്ലാസ്സുമായിട്ട് മിങ്കിളാവണ്ട, നിങ്ങൾക്ക് ഒട്ടും വൃത്തിയില്ല, അതുകൊണ്ട്. അതിന് എന്ന് ഉണ്ടാക്കുന്ന എന്തിനാ? A for പിള്ളേരുടെ അച്ഛൻ. ഇയാളുടെ അച്ഛൻ. എടി, ഇത് അടുത്ത നമ്പറാന്ന് എനിക്ക് അറിയാടി. നമ്പറല്ല, നിങ്ങൾക്ക് വൃത്തിയില്ലാന്ന് എനിക്കല്ലേ അറിയുള്ളൂ മനുഷ്യ, വേറെ ആർക്കും അറിയില്ല. വൃത്തിയില്ല. ഫൈനലി അങ്ങനെ ഇതുകൊണ്ട് എനിക്ക് അവസാനം ഒരു ഉപകാരപ്പെട്ടല്ല. കൊള്ളാം, ഇത് വർക്കാവും. എന്താടാ അത്? ഇതെന്താന്ന് കണ്ടിട്ട് തോന്നുന്നേ? അത് ലാപ്ടോപ്പാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആരുടെ ലാപ്ടോപ്പ് അത്? എന്റെ ലാപ്ടോപ്പ്. ആരോട് ചോദിച്ചോട്ടാടാ അടുത്തേ? അത് ഇപ്പം പ്രത്യേകത്ത് ചോദിക്കുകയൊക്കെ വേണോ ലാപ്ടോപ്പ് എടുത്തോട്ടെ? ചോദിക്കണം. ചോദിക്കാം. ചേച്ചി, ഇത് ഞാൻ എടുത്തോട്ടെ? അങ്ങനെ ചോദിച്ചാ പോരാ, പിന്നെ എങ്ങനെ? കാണിക്കേണ് അപേക്ഷിച്ച് ചോദിക്കണം. ഓ ശരി. ബഹുമാനപ്പെട്ട മധു അവർ അറിയുന്നതിന് താങ്കളുടെ ഈ ഉപയോഗശൂന്യമായ ഈ കിടുതാപ്പ് എന്റെ എക്സ്പീരിയൻസിന് വേണ്ടി ഞാനൊന്ന് എടുത്ത് ഉപയോഗിച്ചോട്ടെ? തരാൻ ഉദ്ദേശിക്കണില്ല. നന്ദി, നമസ്കാരം. നീ ഉദ്ദേശിക്കണ്ട, അല്ലാതെ എനിക്ക് എടുക്കാൻ അറിയാം. വെക്കടാ അവിടെ. മനസ്സില്ല. ഞാനൊന്ന് യൂസ് ചെയ്തിട്ട് ഇത് നിനക്ക് ഒരു ഉപയോഗിക്കാതിരിക്കുമല്ലായിരുന്നു മധു? ബലപ്രയോഗം വേണ്ട, സമാധാനം. നീ എന്നെ അടുത്ത് ആളാ പറയാ. ലാപ്ടോപ്പ് പൈസയുടെ എനിക്ക് അടി ഉണ്ടാക്കാൻ വയ്യ. നീ ലാപ്ടോപ്പ് എടുത്തോ. വഴിക്ക് വാ. നീ ലാപ്ടോപ്പ് എടുക്കുന്നില്ല. ആരാത് വിളിക്കണം? എന്താ അച്ഛാ? ഇപ്പൊ വരാം. മോളെ, അമ്മ പറഞ്ഞത് സത്യമാണോ? അച്ഛന് വൃത്തിക്കുറവുണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. അല്ല, ഇവള് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലേ നമുക്കൊരു മനപ്രയാസമല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. നിന്റെ അതെ വന്നല്ലോ. അച്ഛൻ ഇവിടെ ഇരുന്നോട്ടോ എന്നെ വിളിച്ചേ.
എടി നിന്നെ വിളിക്കാൻ ഇവിടേക്ക് ഞാൻ പറഞ്ഞു വിട്ടതാ. അപ്പൊ ഇവിടെ പറഞ്ഞു ഇവക്ക് നല്ല സൗകര്യമില്ലെന്ന്. ഇവക്ക് വല്ല അനുസരണയുണ്ടോ അച്ഛാ? നിനക്ക് വലിയ അനുസരണയാണോ? എനിക്ക് അനുസരണയുള്ളതുകൊണ്ടല്ലോ അച്ഛൻ വിളിച്ചപ്പോഴേക്കും ഞാൻ വന്നില്ലേ. ആ അച്ഛാ ഏ, എനിക്ക് അനുസരണ കുറവുണ്ടോന്നല്ല ഞാൻ പോവാഞ്ഞത്. ഈ ചേച്ചിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോണ്ടാണ് ഞാൻ പോവാഞ്ഞത്. അല്ലെങ്കിൽ ഇവള് വന്ന് വിളിച്ചാ ഞാൻ വരൂലായിരുന്നു. അയ്യോ ചേച്ചി വന്നാലും വന്നില്ലെങ്കിലും കണക്കാ. അച്ഛാ ഞാൻ പോട്ടെന്നാ. എടി നിക്കടി അവിടെ. ഞാനേ അകത്തെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. നമ്മുടെ അകത്തെ ആ തൊട്ടുകൂടായ്മ പ്രശ്നം നമുക്കൊന്ന് അവസാനിപ്പിക്കണ്ടേ? എന്തേ? ഒരു കാര്യം ചെയ്, ആ അച്ഛൻ ആ അടുക്കളയിൽ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം തല്ലി പൊളിക്കും, എന്നിട്ട് പുതിയത് വാങ്ങും. നിന്റെ തന്തയോട് പോയി പറയുന്നത്. അതെന്നാ വാങ്ങിച്ചു തരണം. മേടിക്കോ? എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതൊക്കെ വീട്ടിലുള്ളവർ വേറെ വല്ലവരൊക്കെ ആലോചിക്കണം. അച്ഛാ ഈ അപ്പച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എല്ലാ പ്രശ്നവും തീരും. ഈ അപ്പച്ചീനെ ഇറക്കി വിടാനേ ഈ ചേച്ചി ആയിരിക്കും അതിനകത്ത് ഏന്ന് എഴുതി വെച്ചത്. ഞാനൊന്നല്ല അച്ഛാ, ഇവളായിരിക്കും അത് ചെയ്തേ. ഞാനൊന്നുമില്ല. ആ ഈ ചേച്ചി ആയിരിക്കും എഴുതിയത്. നീ കണ്ടോ ഞാൻ എഴുതണത്? അല്ല ഞാൻ എഴുതുന്ന ചേച്ചി കണ്ടായിരുന്നു. ഹലോ വായ അടയ്ക്കാവോ? അകത്തെ വഴക്ക് തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രണ്ടും ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇനി നിങ്ങളുടെ വഴക്ക് തീർക്കാൻ വേറെ വിളിച്ചോണ്ട് വരേണ്ടി വരും. ഭ്രാന്ത് പിടിപ്പിക്കും മനുഷ്യനെ കൊണ്ട്. ഒരു വിവരവും ഇല്ല. നീ കണ്ടോടി ഞാൻ എഴുതണത്? ഞാൻ എഴുതുന്ന ചേച്ചി കണ്ടായിരുന്നോ? ഇല്ല. ആ പിന്നെന്തിനാ എന്റെ പേര് പറഞ്ഞത്? നീ എന്തിനാ എന്റെ പേര് പറഞ്ഞേ? ആ അതെ, എനിക്ക് ഞാൻ പലതും പറയും, എന്റെ ഇഷ്ടം. ആണോ? ആണല്ലേ? അതെ. എന്നാ ഇതെന്റെ ഇഷ്ടം. ചേച്ചി അമ്മേ സരിതേ, എന്തിയാടാ? നീ വന്നേ. ഇരി. എന്തിനാടാ വിളിച്ചു? ഇരിക്കുന്നേ പറയാം. ഒരാളെ കൂടെ വിളിക്കാൻ. പുഷ്പേ നീ കുനിയ്. എന്താ? ഇവിടെ വന്നേ. നിങ്ങൾക്ക് ഇവിടെ വലിയ പ്രശ്നമായിരുന്നല്ലോ. ഒരു ഗ്ലാസ്സിൽ എന്നോ എന്താണ്ടൊക്കെ അക്ഷരം എഴുതി വെച്ചെന്ന്. ദേ ഇവിടെയുള്ള സകല ഗ്ലാസ്സിലും ഞാൻ ഇപ്പൊ എഴുതി. പ്രശ്നം തീർന്നല്ലോ. എന്ത് പറയുന്നു പുഷ്പ? ABCDന്നോ 1 2 3 എന്ത് വേണമെങ്കിൽ ഇത് എനിക്ക് ഒരു പ്രശ്നമില്ല. നീയോ? എല്ലാ ക്ലാസ്സിലും A ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അമ്മ എന്ത് പറഞ്ഞു? എടാ നീ ഈ എല്ലാ ക്ലാസ്സിലും എ എഴുതാതെ ആ ഒരു ക്ലാസ്സിൽ എ മാറ്റി കളഞ്ഞ പോരായിരുന്നോടാ. അയ്യോ ശരിയാണ്. നീ ഒരു മണ്ടൻ തന്നെ, മരമണ്ടനാ. അയ്യോ ഞാൻ മണ്ടനായാലെന്താ? ദേ നാത്തുമാർ അട്ടഹസിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ആണോ ശരിക്കും? ദൈവത്തിന് സ്തുതി. പക്ഷേ എങ്കിലേ ഈ നാത്തുമാര് സഖ്യത്തിലായപ്പം നിങ്ങളുടെ പേരും പറഞ്ഞ് 2 സിസ്റ്റേഴ്സ് ഇവിടെ പിണങ്ങിയിരിക്കും. സിസ്റ്റേഴ്സിന്റെ ഉടക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാൻ അവരെ ഉപദേശിച്ചിട്ട് വരാം. ശരി കേട്ടാ, ഉപദേശിച്ചിട്ട് ശരിയാക്കിട്ട് വരാം. എന്ത് നല്ല നാത്തൂൻ. അവളെന്റെ മോളാണേ. അതേ അവക്കൊരു കുറവുള്ളൂ. ഹലോ, നാത്തൂൻസിന്റെ പ്രശ്നം ഇപ്പൊ തീർന്നതേ ഉള്ളൂ. ഇനി അമ്മായിമേ മരുമോളൊന്നും പ്രശ്നം ഉണ്ടാക്കരുത്. ഈ ഗ്ലാസ് എടുത്ത് അകത്ത് വെച്ചിട്ട് സ്നേഹത്തോടെ കഴിയൂ കേട്ടോ. ഞാൻ പോട്ടോ. നിങ്ങളിങ്ങനെ ചേച്ചി അനിയത്തി തമ്മിൽ വഴക്കിടാൻ പാടുണ്ടോ? അപ്പൊ അപ്പച്ചി വഴക്കുണ്ടാക്കുന്നതോ? ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ വഴക്കിടുന്നത്. ഞങ്ങൾ അപ്പച്ചിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വഴക്കുണ്ടാക്കിയത് അല്ലേ ചേച്ചി? ആ എന്റെ കാര്യങ്ങൾക്ക് വഴക്കിടാൻ ഞാൻ നിങ്ങളെ രണ്ടുപേരും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന. അപ്പച്ചി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അപ്പച്ചി വഴക്കിടുന്നത്? അതെ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചിരുന്നു. സരിതേ വഴക്കിട് വഴക്കിട് വഴക്കിടുന്ന്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാലേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് വഴക്കിട് വഴക്കിട് വഴക്കിടുന്ന്. അങ്ങനെ വഴക്കിടാൻ നിന്നാലേ നിന്റെ മൂക്കിടിച്ച് പരത്തു ഞാൻ കേട്ടാ. ആഹാ, എന്നാ അപ്പച്ചി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ മൂക്കിടിച്ച് പരത്തട്ടെ. എന്നാ പരത്ത് പരത്തടി, എന്നാ പരത്തടി പരത്ത്, കൊല്ലിന്നെ. ഇതേ എന്റെ അനിയത്തിന് തൊട്ടാടില്ല, മാറിപ്പോക്കോടന്ന്. എവിടേക്ക് പോകും ഞാൻ? ഞാൻ രണ്ടിടത്ത് ഇടിച്ച് പപ്പടാക്കും ഞാൻ. പൊക്കോളത്. ഇതിനെന്താണ്, പ്രാന്താണോ? ആ ചേച്ചി അങ്ങോട്ട്, നമുക്ക് എവിടെയെങ്കിലും പോവാ. ഇത് മൂക്കിടിച്ച് പപ്പടാക്കി പരത്തി എന്തെങ്കിലും ചെയ്യണം. ഓടി രണ്ടെണ്ണത്തിനെ പിന്നെ തൊളാഞ്ഞ് എടുത്ത പൊന്തോ? ആ ഒന്നു പാടി. അങ്ങനെയെങ്കിലും രണ്ടും ഒന്നായല്ലോ. എനിക്കത് മതി. എന്തോ എന്താ വന്നേ? ഇളക്കം തീർന്ന ഇളക്കം നിങ്ങൾക്ക് വാടി, കൊല്ലാൻ വാടി, കൊല്ലാൻ വാടി. ഓടി ഓടി അല്ലാതെ ഓടി. എന്ത് എന്നെ മരുന്നാ കൊല്ലാൻ വരുന്നത്? കഴിച്ചേ? ഭ്രാന്താടി. രണ്ടെണ്ണത്തിന് സ്നേഹിപ്പിക്കാൻ വന്നാണ്. കൊല്ലിക്കേ അല്ലാതെ എന്തായിട്ടാണ് ഞാനില്ല പോടുന്നു. ഞങ്ങളല്ലല്ലോ ഇങ്ങനെ ആക്കിയിട്ടത്, അപ്പച്ചയിലാക്കിയിട്ടത്.
ഞാൻ പോകുന്നു. ആ. ചേച്ചി, ചേച്ചിയുടെ പെൺമക്കള് തമ്മിലുള്ള പ്രശ്നം ഞാൻ സോൾവ് ചെയ്തു. അവര് മനസ്സിലൊന്നും വെക്കത്തില്ല സരിതേ. അവര് കുറച്ച് സമയം അടികൂടും, പിന്നെയും നന്നാവും, പിന്നെയും അടികൂടും, പിന്നെയും നന്നാവും. പക്ഷെ അവസാനം വലിയൊരു തമ്മിത്തല്ലുണ്ടാവും. അതൊരു 1.5 തല്ലായിരിക്കും. നീ പേടിക്കണ്ട സരിതേ, ഇവിടുത്തെ പിള്ളേർ അങ്ങനെയൊന്നും ഉണ്ടാവുമല്ല. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണ്. പിള്ളേരെ ചെറുപ്പത്തിലെ തല്ലി വളർത്തണമായിരുന്നു. അപ്പോൾ നിനക്കും ചെറുതില് തല്ലു കൊള്ളാത്തതിന്റെ കുറവുണ്ടല്ലേ? എൻ്റെ അമ്മ ഇന്ന് രാവിലെ എന്നെ തല്ലിയുള്ളൂ. എന്നിട്ടും എന്താ സാരിത നീ നന്നാവാത്തെ? ഞാൻ നല്ലതല്ലേ, എനിക്കെന്താ കുഴപ്പം? ഞാൻ അടിപൊളിയാ. നന്നാവാൻ വേണ്ടി ഒരു ഗ്ലാസ് പാവക്ക ജ്യൂസ് എടുക്കട്ടെ? പാവക്ക വേണ്ട, പാല് കിട്ടുമോ? നല്ല തിളപ്പിച്ച പാലില് മധുരമൊക്കെ ഇട്ട് കൂട്ടിയിട്ട് കിട്ടോ? അതെടുത്താ എന്നാ നീ പോയിട്ട് അപ്പുറം ഇരുന്നോ, ഞാൻ കാച്ചി കൊണ്ടുവരാം. എനിക്ക് സ്വന്തം നാത്തിന് ഇതുപോലത്തെ ഒരു നാത്തിനെ കിട്ടാൻ എന്തൊരു ഭാഗ്യം ചെയ്യണം ഞാൻ. കലത്ത് വരും. ഞാനേ ഇപ്പൊ വരാം, വില കൊണ്ടുപോവാ. ഫസ്റ്റ് നാറ്റ് അച്ഛാ എനിക്ക് നിക്കാൻ സമയം, എനിക്കത് വേഗം പോയി തീർക്കണം ആക്സിഡന്റ്. എന്താ അച്ഛാ? നീ അടുക്കള നിർത്താണേ ക്ലാസ്? ഞാൻ തന്നെ എടുത്തേ ക്ലാസ്, എനിക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി. എന്തിന്? എന്റെ ബീക്കറിന് ലീക്ക് വന്നു, അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കണ്ടേ? നീയാണ് അപ്പൊ അവിടെ അടുക്കള നിർത്ത ക്ലാസ്സിൽ എ എന്ന് എഴുതി വെച്ചത്? ഞാനേ എഴുതിയേന്ന് പോപ്പുലർ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. എ ഫോർ ആലക്കുകാരൻ. അല്ല പോണ്ട, അവിടെ നിക്ക്. നീയേ ഇങ്ങോട്ട് വന്നേ. അച്ഛ എനിക്ക് അവിടെ പണിയുണ്ട്. മര്യാദക്ക് വാടാ ഇങ്ങോട്ട്. ഇത് എന്തോന്ന്? ഇങ്ങോട്ട് വാടാ. അമ്മ പറഞ്ഞത്രയും കുഴപ്പക്കാരില്ലാട്ടാ നാത്തൂൻ. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ കുഴപ്പക്കാരിയാണെന്ന്, നീയല്ലേ പറഞ്ഞത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഇരിക്കൂടെ സരിതേ, നീ പറഞ്ഞ നല്ല തിളപ്പിച്ചാറ്റിയ പാല് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ സൂപ്പറാണെന്ന്. നാത്തു സൂപ്പറാ. എടീ, എനിക്ക് പാലില്ലേ? അമ്മയ്ക്ക് പാലില്ല, ഇത് സരിതയുടെ സ്പെഷ്യലാ. അമ്മ ഇതെന്തോന്ന് ചേട്ടാ കണ്ടത്? നിങ്ങളുടെ പുന്നാര ഭാര്യ കാണിച്ചു വെച്ചിരിക്കണത് എസ് എന്ന് എഴുതി വെച്ചിരിക്കണു. കണ്ട ചേട്ടന്റെ പുന്നാര ഭാര്യ വീണ്ടും എന്നോട് തൊട്ടുകൂടായ്മ കാണിച്ചത് കണ്ട? ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു തൊട്ടുകൂടായ്മയും ഇല്ല. എടാ പ്രകാശ, ഇവക്ക് കാഞ്ഞ ബുദ്ധിയാ. ഇവൾ ഇതെല്ലാം വരുത്തി തീർത്തിട്ടെ ഇവൾ ഇതെല്ലാം ആക്കി തീർക്കാൻ വേണ്ടി ഇവക്കടെ സൈക്കോളജി മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. സൈക്കോളജി അല്ല ബയോളജി അല്ല. നിങ്ങൾക്ക് അമ്മക്ക് മോക്ക് എന്നെ ഇങ്ങനെ ചൊറിയണതേ നിങ്ങളുടെ വീട്ടുകാര് ചൊറുത്തവളകള്. എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, ഞാൻ പറയും. പറഞ്ഞാ നീ എന്ത് ചോടി? ഞാൻ നിങ്ങളെ വീട്ടുകാരും പറയും. ഹലോ ഒന്ന് നിർത്തിക്കേ. ഗ്ലാസ്സില് എ എന്നും എസ് എന്നും ഒക്കെ എഴുതുകയാണല്ലോ നിങ്ങളുടെ പ്രശ്നം. പറഞ്ഞു വിടറാ. അത് പിന്നെ ഞാൻ ആ പൂപ്പൽ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയേ അടുക്കളയിൽ നിന്ന് ഗ്ലാസ് എടുത്തായിരുന്നു. അപ്പൊ അതിൽ ഉപ്പ് കലക്കി ഇട്ട് വെച്ചത് അറിയാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ്സിൽ എസ് എന്നും പിന്നെ എ എന്നും ഒക്കെ എഴുതി വെച്ചു. എ ഫോർ ആൽക്കലി, എസ് ഫോർ സോൾട്ട്. മനസ്സിലായില്ല? കണ്ടോമ്മ, ഇത് നാത്തൂനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛന്റെ മോനെ നാടകമാണിത്. എന്നെ ഓടിക്കരുത്, നാടകം കളിക്കാനേ എന്റെ മകൻ നാടകമൊന്നും പഠിച്ചിട്ടില്ല. അതെ, നല്ല കള്ളത്തരം അറിയാല. നാടകം തന്നെ പഠിക്കുന്നത് നല്ല അഭിനയുണ്ട് അവന്. കള്ളത്തരം നിന്റെ മകക്കടി. എന്റെ മോള് കള്ളത്തരം എന്താന്ന് അറിയാൻ പോലുമില്ല. നീ കാണിക്കുന്നത് മുഴുവനും കള്ളത്തരല്ലേ? അതാ കള്ളത്തരം എന്ന് പഠിപ്പിച്ചാൽ മതി. അതിൽ നല്ലത് നിന്നെ കാണിച്ചു കൊടുക്കുന്ന അടി. നിങ്ങളെ മകൻ കള്ളൻ, നിങ്ങൾ കള്ളി, നിങ്ങളുടെ മകളും കള്ളിയാ. എടി ചേട്ടേ, നീ ഇങ്ങോട്ട് വന്നേ. ഇവളോട് പറഞ്ഞ് ജയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇവിടെ കഴുത്തിന് ചുറ്റും നാക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. എന്റെ മോൾക്ക് PC കിട്ടട്ടെ, അപ്പൊ ഞാൻ കാണിച്ചരാം ഞാൻ ആരാണെന്ന്. നീ പോടി കള്ളി. ഞാൻ പോവൂല. നിങ്ങൾ എന്ത് ചെയ്യും? നീ പോയില്ലെങ്കിൽ ഞാൻ പോവും. എന്താ പോ കൂടെ വേഗം പോ. എവിടെ കച്ച പോക്കോ? ഞാനുണ്ടോ മരം പരീക്ഷണം. അവന്റെ ഒരു ഏഴ് രസം
ഇനി ഈ വീട്ടില് പരീക്ഷണം എന്ന് പറഞ്ഞു വന്നു പോരുത്. ഇതിന്റെ ഒക്കെ മറുപടി അച്ഛൻ ശാസ്ത്രലോകത്തോട് പറയാണ്ട് ഒരു ദിവസം കേട്ടോ. ഇതൊക്കെ എഴുതി വെച്ചോ. ഞാൻ ശാസ്ത്രലോകത്തിന് മറുപടി പറഞ്ഞോളാ. പക്ഷെ ഇനി പരീക്ഷണം എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കയറിപ്പോയി കൊണ്ടുപോയത് കൊണ്ടുപോയടാ. ഈ എല്ലാം തുലച്ചി തണ്ട. അയ്യോ എന്റെ മരുന്ന്. ഇതൊക്കെ ഞാൻ ഇനി എവിടെ കുറെ ഉണ്ടാക്കും? ഇതിന്റെ നൊബേൽ പ്രൈസും എല്ലാം കൊണ്ട് കളഞ്ഞ ഈ ഒരു പപ്പാടി ഫാമിലി. എന്റെ പൊന്നു ദൈവമേ. അയ്യോ എന്റെ കാല് വേദന എടുക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കച്ചമ്മേ, ഞാൻ തിരുമ്മി തരുന്നില്ലേ? എന്തൊരു വേദനയാണ്. ഓ പതുക്കെ. അയ്യോ എനിക്ക് വേദന എടുത്തിട്ട് വയ്യ. എന്റെ ചെറിയ പ്രായത്തിൽ കാല് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാ. ഡോക്ടർ അന്ന് പറഞ്ഞതാ ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കാല് ശരിയാവില്ലെന്ന്. ആ കാലമാടൻ ഒറ്റ ഒരുത്തനാ അത് മുടക്കിയത്. അന്ന് ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ വേദന തിന്നണ്ടായിരുന്നു. ദൈവമേ. ഏത് കാലമാടൻ? നിന്റെ അച്ഛൻ. അച്ചാച്ചൻ ഇങ്ങനെയൊക്കെ പറയണേ? എടി കാലുവേദന വന്ന അച്ഛനെ അല്ല അച്ഛനെ വരെ ഞാൻ ചീത്ത വിളിക്കും. കഷ്ടം. അയ്യോ അച്ഛമ്മ കുറച്ചേരം ഒന്ന് സമാധാനമായിട്ടിരിക്കും. ചക്കപ്പം വൈദ്യര് അയച്ച ആളിപ്പോ വരും. അയ്യോ വേദന സഹിക്കാൻ മേല. അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ? എടി നിനക്ക് നിന്റെ അച്ഛനെ വിശ്വാസം ഉണ്ടോ? എനിക്ക് ചില സമയത്തൊക്കെ നല്ല വിശ്വാസമുണ്ട്, ചില സമയത്ത് എനിക്ക് തീരെ വിശ്വാസമില്ല. കേട്ടല്ലോ നിന്റെ മോള് പറഞ്ഞത്. എനിക്കറിയാമേ. അതുകൊണ്ടാണല്ലോ ചക്കപ്പം വൈദ്യുതിക്കുന്ന മരുന്ന് മേടിക്കാൻ എന്നെ വിടാതെ അയാളുടെ ശിഷ്യനെ കൊണ്ട് മരുന്ന് ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്നത്. ആ എടാ നീ തലേ തെക്കുന്ന ദിവ്യ ഔഷധാന്നും പറഞ്ഞോണ്ട് ഒരു ഹെയർ ഓയിൽ തന്നെ എന്നെ പറ്റിച്ചില്ലടാ. എന്റെ ഇത് കാശ് മേടിച്ചില്ലടാ നീ. അതൊരു തോന്നൊരു അബദ്ധം പറ്റിയതല്ലേ? അച്ഛൻ എന്നാലും ഭയങ്കര മോശമാണ്. ആ അമ്മേനെയൊക്കെ പറ്റിക്കാന്ന് പറഞ്ഞാ ഒരുമാതിരി വൃത്തികെട്ട പടി കാണിക്കല്ലേ. ഞാനാണോ അച്ഛനല്ലേ കാണിച്ചത്? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ അത്. ആ അത് തന്നെ ഞാൻ പറഞ്ഞേ. അബദ്ധം പറ്റിയത് നിനക്കല്ലടാ എനിക്കാ. ആ അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കാത്തത്. നന്നായിരിക്കട്ടെ കേട്ടാ. തിരുമ്മി കൊടു. ആ കൊടുക്കാം. എന്ത് ചെയ്യണേ? അച്ഛൻ തിരുമിടുക്ക് കൊടുക്ക്. എനിക്ക് എന്റെ ആവശ്യമൊന്നും ഇല്ല. നീ അങ്ങോട്ട് തിരുമ്മി കൊടുത്താൽ മതി. സ്വന്തം അമ്മയല്ലേ? ആ സ്വന്തം അമ്മയാ. പക്ഷെ കയ്യിലിരിപ്പം മൊത്തം ശത്രുവിന്റെ സ്വഭാവ. നീ തിരുമ്പി തരണ്ടടാ എനിക്ക്. ഞാൻ തിരുമ്പി തരികയല്ല. അതിന്റെ കൊച്ചു തിരുമ്പി തന്നോളൂ. എന്നാലും ഒരു മകനോട് ചെയ്യരുതാത്ത കാര്യം കേട്ടോ അമ്മ ചെയ്തത്. ഒരു അമ്മയോട് ചെയ്യാത്ത കാര്യമല്ലേ നീ ചെയ്തത്. അച്ഛൻ ആരും മരുന്ന് കൊണ്ടെന്നാൽ എന്താ? അസുഖം മാറിയ പോരെ? അസുഖം മാറുപടി മരുന്നും കിട്ടും. തിരുമ്മി കൊടുത്താൽ അസുഖം മാറും. പക്ഷേ മനസ്സിലേറ്റ വിഷമമുണ്ടല്ലോ അതൊരു കാലത്തും മാറത്തില്ല. മനസ്സിലേറ്റ മുറിവ് മാറണമെങ്കിലേ നീ വല്ല മനോരോഗ ആശുപത്രി പോയി കിടക്കടാ. ഒറ്റാട്ടി വെച്ചു. നല്ല പരുവത്തിനാ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് നല്ല മഴയുണ്ട്. മാറ് കണ്ടിട്ട് കേട്ടോ. അനുഭവിച്ചോ അമ്മ. ഇനി ഇവിടെ വന്നാൽ എന്റെ മനോനില തെറ്റിപ്പോ. എല്ലാം നന്നായി വരട്ടെ. കാലുവേദന അങ്ങോട്ട് മാറട്ടെ ഈ പെരുമഴയത്ത്. എടി എന്റെ കാലുവേദന മാറില്ലെന്നാണ് എടി അവൻ അപ്പഴായിട്ട് പോയത്. ഏയ് അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എന്തൊരു വേദനയാ. വരും വൈദ്യര് സമാധാനായിട്ടിരിക്കും. എപ്പോഴായിരുന്നു കെട്ടിയെടുക്കുന്നത്? എനിക്ക് വയ്യ. മാറിയ കാലുവേദന പിന്നെ ഇപ്പൊ തന്നെ മാറും. നിന്റെ ഈ ചൂടൊന്ന് കുറയാൻ വേണ്ടി ആ മഴയത്ത് അങ്ങനെ പോയി നിൽക്ക്. എന്റെ ചൂട് മാറിക്കോളും. ഞാൻ മഴയത്തിറങ്ങി നിന്നോളാം. പക്ഷെ ഈ കാലിന്റെ വേദന ഉണ്ടല്ലോ ഈ ജന്മം മാറാൻ പോകും. ചട്ടി നടന്നോളും. എടാ എന്റെ മകനല്ലേ നിനക്കും ചട്ടു വരുവാടാ. എനിക്ക് ചട്ട് വന്നോട്ടെ ഞാൻ സഹിച്ചോളാം. പക്ഷെ ഇതുപോലെ ഉണ്ടല്ലോ മനസ്സിന് ചട്ടുണ്ടാക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ശരീരത്തിനല്ല ഇപ്പൊ മനസ്സിലാ ചട്ട് വന്നിരിക്കുന്നത്. അമ്മ ഒരുത്തി കാരണം. എടാ ഇവള് കേട്ട് പഠിക്കുന്നുണ്ട്. നീ വയസ്സാകുമ്പോ ഇത് തന്നെ അവളും നിന്നോട് ചോദിക്കും. പ്രാഗല്ലേ പ്രാഗല്ലേ രാഹുലേ. എന്റെ മൂക്കിന് വളവുണ്ടെന്ന് തോന്നണം. പ്ലാസ്റ്റിക് സർജറി നടത്തിയാലോ? അപ്പച്ചി എന്തേ? അപ്പച്ചി എന്തിനാ എന്റെ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് തീർത്തത്? നിന്റെ മേക്കപ്പ് സാധനം ഞാൻ എടുത്തിട്ടില്ല. മധു അങ്ങനെ ആയിരിക്കും. അതൊന്നും അല്ല. അപ്പച്ചിയുടെ വരുന്നത് തന്നെ മേക്കപ്പ് ഇടാനും തിന്നാനും വേണ്ടി മാത്രമല്ല. നീ മേക്കപ്പ് ഇടൂ? ഞാൻ മേക്കപ്പ് ഒന്നും ഇടത്തില്ല. പിന്നെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിനക്കെന്താ കാര്യം? അതിനൊന്നും അല്ലേ വന്നേ. എന്റെ ചെടി എന്തിനാ മറച്ചു കളഞ്ഞേ? നിന്റെ ചെടി ഞാൻ പറിച്ചു കളയൂടാ. ചുമ്മാ ചെടിയല്ല എന്റെ ചീരത്തായി കുറച്ച് കളഞ്ഞ എന്നൊക്കെ. എടാ ഇന്ന് ഇവിടെ ചീരൊന്നും അടുത്ത് ഇനിയിപ്പൊ ചീര ഉണ്ടായാലല്ലേ വയ്ക്കുള്ളൂ. അതൊന്ന് പറിച്ചു കളഞ്ഞു. എന്തൊരു അഹങ്കാരമാടാ. ഞാൻ നിന്റെ മേക്കപ്പ് എടുത്തിട്ടില്ല. വേണമെങ്കിൽ തൊട്ട് നോക്കോ, ഉരച്ചു നോക്ക്. അയ്യോ പാടൂന്ന്. അപ്പച്ചിയുടെ വരുന്നവൻ പണി തരാൻ വേണ്ടി പെണ്ണെ കൈവിട് അപ്പച്ചി കൈവിട്. എന്റെ മുഖത്തോട്ടതാ തൊട്ടതാ. എനിക്ക് മേക്കപ്പ് ഇട്ടോ നോക്കണ്ടേ? മേക്കപ്പ് ഉണ്ടടാ എടുത്തായിരുന്നേ.
എന്റെ മേക്കപ്പ് എടി അപ്പച്ചനെ കൊണ്ട് പിടിച്ച് പൊട്ടിക്കടി. എന്നാ പ്രശ്നം? അമ്മ ഈ പെണ്ണുമ്പളെ എന്നെ തല്ലിയത്. പെണ്ണുമ്പിളെ, ചേച്ചി ഞാൻ ഞോണ്ടിയുള്ള ചേച്ചി തല്ലിയില്ലേ ചേച്ചി ഒന്നാണ് പറയുന്നത്. നീ എന്റെ മോന്റെ മുഖം ചുവന്നിട്ട് നോക്കിയേ. ഇവന്റെ അഭിനയം ഞാൻ ശരിക്കും തല്ലി ഞാൻ. അടിച്ച് നന്നായിട്ട് അടിച്ചു പിന്നെ പാവം. കള്ളി കള്ള ചേച്ചി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നീ പഠിക്കാൻ മാത്രം എന്താ പ്രശ്നം ഉണ്ടായത്? അമ്മ എന്റെ മേക്കപ്പ് സാധനങ്ങൾ ഈ അപ്പച്ചി മൊത്തം എടുത്ത് തീർത്തമ്മ. ഫുള്ള് തീർത്താ? നിന്റെതും എടുത്താടാ മേക്കപ്പ് സാധനം? മേക്കപ്പ് അല്ല എന്റെ ചീരത്തെ മൊത്തം പറിച്ചു കളഞ്ഞു. അല്ല അതെന്തിനാ പറിച്ചളഞ്ഞത്? അത് പറ. അതൊരു രസത്തിന്. രസത്തിന് പറിച്ചളയാനുള്ളതാ ചീരത്തൈ? ചീര നിന്ന് ബോറടിച്ച്. അങ്ങനെ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോണം. അല്ലാണ്ട് ഇവിടെ കുറ്റി മറിച്ചിരിക്കലല്ല. അപ്പൊ എന്നെ പറഞ്ഞു വിടണം. കാരണം ഉണ്ടാക്കി എന്നെ പറഞ്ഞു വിടണം. ഇതെന്താ കോടതിയാ കുറ്റവിചാരണ നടത്താനായിട്ട്? അതല്ല അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. നീ എന്തിനാ എന്റെ അലമാര തുറന്നിട്ട് എന്റെ സാരി എടുത്തത്? നിങ്ങളെ സാരി ഞാൻ എടുത്തു, നോക്കിയുള്ളൂ, തിരിച്ചു വെക്കും. പിന്നെ നോക്കിയെങ്കിൽ പിന്നെ അപ്പാടെ അങ്ങ് തിരിച്ചു വെച്ചാ പോരെ. പിന്നെ നോക്കിയിട്ട് എടുത്തു കൊണ്ടുപോകണോ? അതെന്റെ റൂമിൽ പോയിട്ട് നോക്കിയിട്ട് വേണം തിരിച്ചു വെക്കാനായിട്ട്. തരും. ഇനി തുള്ളുണ്ടായിരുന്നില്ല, തരും. എന്റെ ചേട്ടൻ്റെ ആശല്ലേ, തരും. മക്കളെ, നിങ്ങളോട് രണ്ടുപേരോടും കൂടി അമ്മ പറയുന്നത് സ്നേഹമുള്ളത് കൊണ്ടാ പറയുന്നത്. നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ വെച്ചെടുത്ത് കാണത്തില്ല. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാലേ അത് മനസ്സിലായോ? അങ്ങനെ കുത്തല് മനസ്സിലാവും. അത് മനസ്സിലാവാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. ഞാൻ നിന്നോട് എപ്പോഴും ഒരു കാര്യം ചോദിക്കണം ഇങ്ങനെ വിചാരിക്കൂ സരിതേ. എന്താ അത്? നിനക്ക് നിന്റെ മോളെ കാണണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ലേ? എന്താ പോവാത്തെ? ഞാൻ എന്റെ മോളെ വീഡിയോ കോളിൽ കണ്ടോളാം. അപ്പൊ നേരിട്ട് കാണണമെന്നൊന്നും ഇല്ല. അപ്പച്ചിക്ക് 2 ദിവസം വീട്ടിലാണ് പോയി നിന്നൂടെ? 2 ദിവസം മൊത്തം പോയി നിൽക്കട്ടെ. ഇനി ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ആട്ടി ഇറക്കിയാലും പോവാടാ. അട്ട പറ്റിയ പോലെ നിൽക്കുവല്ലേ ചെയ്യുന്നേ. ഇങ്ങനെ നിൽക്കുവോ? നാണമില്ലാതെ. ഞാൻ ഇങ്ങനെ നിൽക്കും. ഞാൻ അട്ട പോലെ നിൽക്കും. എന്നെ പറിച്ചറിയാന്ന് ആരും വിചാരിക്കണ്ട. എന്റെ കണ്ണാടിയോടെ കാണിച്ചു തരും ഞാൻ. കാണിച്ചേരാ. എന്നാ കാണിക്ക്.